സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 യൂണിറ്റും അതിൻ്റെ നോട്ട്സും അതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 3ാമത്തെ ചാപ്റ്റർ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ചെറിയ ആക്ടിവിറ്റീസുമാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡ് ഇൻ ലൈറ്റ് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് ഭരണഘടന, എങ്ങനെയാണ് ഭരണഘടന വന്നത്, ഭരണഘടന വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു രാജ്യം മുന്നോട്ട് പോയിരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ, പാത്ത് ആൻഡ് ഗൈഡ് ഇൻ ലൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാത്ത്, നമ്മുടെ വഴിയുമാണ്, ഗൈഡ് ഇൻ ലൈറ്റുമാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയുമാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ ഗാന്ധിജിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന ബുക്സിലെ കുറച്ച് ലൈൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ ആ ലൈൻസ് ഒക്കെ വായിച്ചു നോക്കുക. ഇവിടെ പറയുന്നത് എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയും പവർഫുള്ളായ ഒരു സാധനം ഒന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കൂട്ടുകാർ വായിക്കുക. ഇനി ഹാവ് യു റീഡ് ദ അബവ് കോട്ട്, നിങ്ങൾ ഇത് വായിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി താഴെ തന്നിട്ടുള്ളത്. Was it after independence that we started thinking about a constitution? നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷമാണോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്? ആണോ? അല്ല, നമ്മൾ അതിൻ്റെ മുന്നേ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. What ideas did Gandhiji wish to have in the ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എന്തൊക്കെ പ്ലാൻസ് ആണ് ഗാന്ധിജി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് സോവറിനിറ്റി എന്താണ്? പരമാധികാരം വേണമെന്നുള്ളത്. 2 ഈക്വാളിറ്റി, എല്ലാവർക്കും തുല്യത വേണം, ഈക്വൽ ആയിരിക്കണം എല്ലാവരും എന്നുള്ള കൺസെപ്റ്റ്. ദെൻ ഫ്രട്ടേണിറ്റി സാഹോദര്യം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാഹോദര്യ ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. ജസ്റ്റിസ് ലിംഗനീതി, എല്ലാവർക്കും, അഥവാ സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യാതൊരു വിധത്തിലുള്ള ഇനീക്വാളിറ്റിയും ഇല്ലാതെ ജെൻഡർ ജസ്റ്റിസ് വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഇനി 2 കൂടെ നമുക്ക് എഴുതണം. എന്തൊക്കെ എഴുതാം? ഒന്ന് സെക്യുലറിസം എഴുതാം. ഓക്കെ, സെക്യുലറിസം, ദെൻ ബ്രദർഹുഡ്. സെക്യുലറിസം ആൻഡ് ബ്രദർഹുഡ്. അപ്പോൾ സോവേണിറ്റി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, ദെൻ സെക്യുലറിസം, ബ്രദർഹുഡ്. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഗാന്ധിജി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഡ്രീം ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യ സമര സേന ഫൈറ്റേഴ്സിന്റെ ഒരു ഡ്രീം ആയിരുന്നു, അവരുടെ ഒരു ബിഗ് സ്വപ്നമായിരുന്നു എന്നാണ് പറയുന്നത്. The first war of independence in 1857 was the first mass movement against the British rule. നമ്മുടെ 1857 നടന്നിട്ടുള്ള ഒന്നാമത്തെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാർ ആയിരുന്നു ഈ ബ്രിട്ടീഷ് റൂളിന് എതിരെയുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോൾജേഴ്സ്, ട്രൈബൽസ്, കിങ്സ്, ഫ്യൂഡൽ ലോർഡ്സ്, പീസന്റ് ആൻഡ് മെനി അതർ ഗ്രൂപ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ. ഇതിൽ ആരൊക്കെയായിരുന്നു? അവിടുത്തെ അന്നത്തെ സോൾജേഴ്സ്, അതുപോലെ തന്നെ അന്നത്തെ ട്രൈബൽസ്, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അതുപോലെ കർഷകർ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു ഫസ്റ്റ് വേർഡ് ഓഫ് ഇൻഡിപെൻഡൻസിൽ പങ്കെടുത്തിരുന്നു. ദിസ് മൂവ്മെന്റ് ഹെൽപ് ദ പീപ്പിൾ ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് നാഷണലിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഹാർമണി. ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ദേശീയ ബോധം വളർത്തുന്നതിന്, ഒരു നാഷണൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിനും നാഷണലിസം വളർത്തുന്നതിനും ഇത് സഹായിച്ചു. കാരണം അതുവരെ ഉണ്ടായിരുന്നത് അന്നത്തെ ഒരു ഫ്യൂഡൽ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് വന്നതോട് കൂടിയിട്ട് എന്താണ്, ആ ഒരു ഇതിലുള്ളവർ, മറ്റേ കർഷകർക്ക് മാത്രം ഒരു അടിമത്തം എന്നുള്ള രീതിയിലായിരുന്നു. അത് മാറി സമൂഹത്തിലെ എല്ലാവരും ഈ ഒരു വേൾഡ് വാറിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. അതോടുകൂടിയിട്ട് അവിടെ നാഷണലിസമാണ് ഉടലെടുത്തത്. The strengthening of nationalism led to the formation of many regional organization against foreign domination in different parts of India. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് റീജിയണൽ ഓർഗനൈസേഷൻ ഉണ്ടാവാൻ ഇതോടുകൂടിയിട്ട് കാരണമാവുകയും ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആൻഡ് പൂന സർവജനിക് സഭ ആർ സം എക്സാമ്പിൾസ്. ഇതിന് എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഇന്ത്യൻ അസോസിയേഷൻ, അതുപോലെ തന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സർവജനിക് സഭ, ഇതൊക്കെ ഇത്തരത്തിലുണ്ടായ റീജിയണൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ആസ് ഡിസ്റ്റിങ്സ് ഫ്രം സച്ച് ഓർഗനൈസേഷൻ ഓഫ് എ റീജിയൻ
nature, a national organization emerged in 1885 through the Indian National Congress. ഇതിലെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 1885 ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഒരു നാഷണൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. With that, the anti-British agitation at the national level achieved an organized ഡയമെൻഷൻ. ഇതോട് കൂടിയിട്ട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ എതിർക്കാനും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാനും അതുപോലെ തന്നെ ഓരോ മൂവ്മെൻറ്റ് കൊണ്ടുവരാനൊക്കെ ഇവർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് were to bring the problems of various groups of people in India to the attention of the British authorities and to develop a sense of nationalism among the people beyond caste, religion and regional thinkings. എന്താണ് ഇത് വന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വേരിയസ് ഗ്രൂപ്പ്സിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ബ്രിട്ടീഷ് അതോറിറ്റിയുടെ മുന്നിൽ വരച്ചു കാണിക്കുക, അവരുടെ മുന്നിൽ അതിനെ എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് കാണിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കാസ്റ്റ്, റിലീജിയൻ, റീജിയണൽ തിങ്കിങ് അത്തരത്തിലുള്ള യാതൊന്നുമില്ലാതെ ഒരു നാഷണലിസമായിട്ട് മുന്നോട്ട് പോകാനുമായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. The main objectives of freedom struggle was not only to end foreign rule but also to ensure a better social and political life for every Indian. എല്ലാ ഇന്ത്യൻസിനും ഒരു സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടുമുള്ള ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്നത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഫ്രീഡം നമുക്ക് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. ഫ്രീഡം എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് മാത്രമായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെയിൻ ഒബ്ജക്റ്റീവ് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആ ഒരു സോഷ്യൽ ഇനീക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇല്ലായ്മയും തുടച്ചു നീക്കിക്കൊണ്ട് സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടും എവ്രി ഇന്ത്യൻസിനും ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അറ്റ് ഈച്ച് ഫേസ് ഓഫ് ദ സ്ട്രഗിൾ ദ ലീഡർഷിപ്പ് ഹാഡ് ഡിഫറെൻറ്റ് വ്യൂസ് ഇൻക്ലൂഡിംഗ് മോഡറേറ്റ് എക്സ്ട്രീംസ് നാഷണലിസം. ഹവർ ദ നാഷണാലിറ്റീസ് മൂവ്മെൻറ്റ് പ്രൊസീഡ് ബൈ അപ്ഹോൾഡിംഗ് സം ബേസിക് ഐഡിയാസ് ആൻഡ് വാല്യൂസ്. ഇത്തരത്തിൽ ആശയങ്ങളെയും ഇത്തരത്തിലുള്ള ഒരുപാട് ഐഡിയാസിനെയും വാല്യൂസിനെയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു, അതിനെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. അതായിരുന്നു അന്നത്തെ ദേശീയവാദികളുടെ നാഷണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. With the advent of Gandhi, the freedom movement transformed itself into a mass movement. Gandhiji's influence strengthened the demand for democracy based on social justice. ഗാന്ധിജി ഇതിലേക്ക് വന്നതോട് കൂടിയിട്ട് അന്നുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിന് ഒരു ബഹുജന സ്വഭാവം കൈവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു മാസ് മൂവ്മെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ആ ഒരു ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സമൂഹനീതി അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആശയമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. ഒരു ഡെമോക്രസി വേണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതെങ്ങനെയുള്ള ഡെമോക്രസി ആയിരിക്കണം? സോഷ്യൽ ജസ്റ്റിസോട് കൂടിയ ഒരു ഡെമോക്രസി വേണമെന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ ലീഡേഴ്സ് വിഷ്ഡ് ദാറ്റ് ദ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ഓഫ് ഫ്രീഡം, ഇക്വാളിറ്റി based on social justice, brotherhood and religious harmony put forward by the national movement should be the ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ദേശീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്വാതന്ത്ര്യവും സാമൂഹികമായിട്ടുള്ള നീതിയും അതുപോലെ തന്നെ സമത്വവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഈ ആശയങ്ങളെല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദീസ് വ്യൂസ് ഇൻഫ്ലുവൻസ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ എല്ലാ ആശയങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒബ്സർവ് ദ ഫിഗർ ബിലോ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻസ്. ഇവിടെ ഒരുപാട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, റിലീജിയസ് ഹാർമണി, ബ്രദർഹുഡ്, ഡെമോക്രസി, വെൽഫെയർ സ്റ്റേറ്റ്, ജസ്റ്റിസ്, സെക്യുലറിസം, ഈക്വാലിറ്റി, ഫ്രീഡം ഫോർ ഓൾ. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇവർ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
ഇനി അതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫ്രീഡം ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം കൊടുക്കാൻ. അഥവാ ഓരോ വ്യക്തികൾക്കും എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഫ്രീഡം അവർക്ക് കൊടുക്കണം. സിവിൽ റൈറ്റ്സ് മസ്റ്റ് ബി എൻഷ്യൂർഡ്. അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ് എന്തായാലും ഉറപ്പാക്കണം. ഓൾ റിലീജിയൻ ഷുഡ് ബി ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. എല്ലാ റിലീജിയനും എല്ലാ മതത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് നൽകേണ്ടത്. ആർക്കും മുൻഗണനയോ അല്ലെങ്കിൽ പിൻഗണനയോ കൊടുക്കാൻ പാടില്ല. സോഷ്യൽ ജസ്റ്റിസ് ഷുഡ് ബി എൻഷ്യൂർഡ്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ജസ്റ്റിസ്, ഒരു നീതി അവിടെ ഉറപ്പാക്കണം. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി സ്ട്രെങ്തൻഡ്. അതുപോലെ ജനാധിപത്യമായിട്ടുള്ള ഭരണം അവിടെ ശക്തിപ്പെടുത്തുകയും വേണം. പിന്നെ എന്തൊക്കെയായിരുന്നു? പിന്നെ അടുത്തൊരു പോയിന്റായിട്ട് നമുക്ക് എഴുതാം ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള പേയ്മെന്റ് നമ്മൾ നടത്തണം. അഥവാ എന്താണോ ജോലി ചെയ്യുന്നത് രണ്ടുപേരും ചെയ്യുന്നത് അതിന് തുല്യമായിട്ടുള്ള വേതനം നമ്മൾ അല്ലെങ്കിൽ വേജ് നമ്മൾ കൊടുക്കണമെന്നർത്ഥം. ഓക്കെ, ഇനി ഇതിന് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. അടുത്തതായിട്ട് പറയുന്നത് പ്രിക്വേഴ്സേഴ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമി ആരായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഡിഡിൻ വി ഗെറ്റ് ഫ്രീഡം ഓൺ 15th August 1947. എന്താണ് 1947 അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അതെ. ബട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950. എന്താണ് 1950 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 50 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ദെൻ വാട്ട് വാസ് ദ ഇന്ത്യൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലോ ഫോർ 2.5 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത്രയും ഒരു 2.5 വർഷത്തോളം നമുക്ക് ഭരണഘടന കൊണ്ടുവരാൻ സമയമെടുത്തത്? അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്തായിരുന്നു? അത്രത്തോളം ഒരു 2.5 വർഷത്തോളം എന്തൊക്കെ നിയമത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോയിട്ടുണ്ടായിരുന്നത്? കാരണം അതുവരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡോണ്ട് യു ഹാവ് സച്ച് എ ഡൗട്ട്? നിങ്ങൾക്കില്ലേ ഇതുപോലത്തെ ഒരു സംശയം? എങ്ങനെയായിരുന്നു അന്ന് പോയിരുന്നത് എന്നുള്ള സംശയം നമുക്കുണ്ടല്ലേ. വാട്ട് വി ഫോളോഡ് വാസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935 അണ്ടിൽ വി ബിക്കേം എ റിപ്പബ്ലിക്. എന്താണ് ബ്രിട്ടീഷുകാർ 1935 നമുക്കൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ബേസിലായിരുന്നു നമ്മൾ റിപ്പബ്ലിക് ആകുന്നവരെ, അഥവാ 1950 ജനുവരി 26 വരെ നമ്മൾ പോയിരുന്നത് ഈ ഒരു ആക്ടിൻ്റെ ബേസിലായിരുന്നു. മെനി ഐഡിയാസ് ആൻഡ് പ്രൊവിഷൻസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വേർ ടേക്കൻ ഫ്രം ദിസ് ആക്ട്. ഇതിൽ നിന്നാണ് ഒരുപാട് നമുക്ക് ഐഡിയാസും പ്രൊവിഷൻസും ഒക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950 റീപ്ലേസിങ് ദിസ് ആക്ട്. ഈ ആക്ടിന് പകരമായിട്ടായിരുന്നു നമ്മൾ 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബൈ ഒബ്സർവിങ് ദ ഫിഗർ ബിലോ. താഴെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബിക്കമറൽ ലെജിസ്ലേറ്റീവ് ഇൻ 6 പ്രൊവിഷൻസ്. എന്താണ് 6 പ്രൊവിഷനുകളിൽ ഒരു ബൈക്കമറൽ അഥവാ ഒരു ദ്വിമണ്ഡല സഭകൾ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ 321 സെക്ഷൻസ് ആൻഡ് 10 സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു അതിൽ. കൂടാതെ സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫോർ വീക്കേഴ്സ് സെക്ഷൻ വുമൺ ആൻഡ് വർക്കേഴ്സ്. ദുർബലമായിട്ടുള്ള അഥവാ വീക്കേഴ്സ് ആയിട്ടുള്ള വുമൺസിനും അതുപോലെ വീക്കേഴ്സ് ആയിട്ടുള്ള സെക്ഷൻസിനും അതുപോലെ ആ വിഭാഗങ്ങൾക്കും വിമൺസിനും വർക്കേഴ്സിനും ഒക്കെ ഒരു സ്പെഷ്യൽ മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. കൂടാതെ പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രൊവിഷൻസ്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ടായിരുന്നു അധികാരം വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളാണ്. ദ നെക്സ്റ്റ് ടോപ്പിക്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ഫ്രൈമിംഗ്. എന്താണ് ഭരണഘടന അതിൻ്റെ ഫ്രൈമിലേക്ക് കടക്കുകയാണ്. A code of laws for independent India was one of the main proposals of the cabinet mission that visited India in 1946 to discuss the transfer of power. The Constituent Assembly was formed
വിത്ത് ദിസ് ഒബ്ജക്റ്റീവ്. 1946 ആ ഒരു കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യക്കായുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ളത്. ഈ ലക്ഷ്യം, ഈ ഒരു ഗോള് മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവരന്ന് എന്തുണ്ടാക്കിയിരുന്നത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി കീ ഫീച്ചേഴ്സ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിനുണ്ടായിരുന്നത് എന്നാണ്. ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946 ഫസ്റ്റ് ഇതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ദ എലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഫ്രെയിമിംഗ് പീരീഡ് 2 years 11 months 17 days ആയിരുന്നു. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. Then Constitution adopted and signed on 26 November 1949 ആയിരുന്നു. Came into effect on 26 January 1950. India became റിപ്പബ്ലിക് ആയത് 1950 ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 1950 ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത് അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഇനി ഇവിടെ ഫോർ ആൻ അംബ്ലിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ആരിനെ കുറിച്ചിട്ടാണ്, ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഡൈവേഴ്സ് ഫ്യൂച്ചേഴ്സ്, ഇതിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യയുടെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 January 1950 ഹാഡ് 22 parts, 395 articles and 8 schedules. എന്തൊക്കെയാണ് 1950 നിലവിൽ വന്നിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ 22 പാർട്സ് ഉണ്ട്, അതുപോലെ 395 ആർട്ടിക്കിൾസ് ഉണ്ട്, 8 സ്കെഡ്യൂൾസും ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന്, പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൺട്രിയെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ലെജിസ്ലേച്ചറാണ്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ പോപ്പുലർ സോവറിനിറ്റിയാണ്. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റഡ് ഫ്രം ദ പീപ്പിൾ, എല്ലാ അധികാരവും ആർക്കാണുള്ളത്, ജനങ്ങൾക്കാണ്. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, ദെൻ ഫെഡറലിസം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓർഗനൈസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഈ ഒരു ഫീച്ചേഴ്സിനെ മുൻനിർത്തി ഒരു ക്ലാസ്സിൽ ഒരു ഡിസ്കഷൻ നടത്താൻ പറയുന്നുണ്ട്. ദെൻ ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഡ്രോ ഈ രണ്ട് എന്താണ് ഇമോജി നമ്മൾ ഇതിലെ റൈറ്റിനും റോങ്ങിനും കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, അവർ കോർട്സ് വർക്ക് അണ്ടർ ഗവൺമെൻറ്റ്സ്, നമ്മുടെ സർക്കാരുകളുടെ കീഴിലാണ് കോടതികൾ പ്രവർത്തിക്കുന്നത്. സർട്ടൻ പവേഴ്സ് വേർ വെസ്റ്റഡ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിട്ട് ചില പവേഴ്സ് ഉണ്ട്, ചില അധികാരങ്ങളുണ്ട്. എവ്രി വൺ ഹൂ ടേൺഡ് 18 ഹാസ് ദ റൈറ്റ് ടു വോട്ട്, 18 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നോ വൺ ഈസ് അബവ് ദ ലോ, ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും നിയമം ഒരുപോലെയാണെന്നർത്ഥം. എ പേഴ്സൺ ഇൻ ഇന്ത്യ ഹാസ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ അഡീഷൻ ടു നാഷണൽ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ തന്നെ സംസ്ഥാന പൗരത്വവും ഉണ്ടായിരിക്കും. അതുപോലെ ഇൻ ഡെമോക്രസി ദ പീപ്പിൾ ആർ സോവേണിയൻ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അവിടെ ഏറ്റവും വലിയ പരമാധികാരികൾ എന്ന് പറയുന്നത്. ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു, നമുക്ക് എന്തുണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റൈറ്റ്സും ഉണ്ട്. നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്, നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും ഒരു നിയന്ത്രണം ഇല്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കഷൻ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാണ് ശരിയായത് ഏതൊക്കെയാണ് തെറ്റായത് എന്ന്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളിതിൽ ഇമോജി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അടുത്തത് സോഴ്സ് ഓഫ് ലോസ് ആണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.